കോട്ടയം SBTക്ക് മുന്നിൽ നടന്നൊരു പ്രതിഷേധ പരിപാടിയിലേക്കാണിനി. വിദ്യാഭ്യാസ ലോൺ നിഷേധിക്കുന്നതിനെതിരെയും ലോൺ അനുവദിച്ചവർക്ക് നേരെയുള്ള ജപ്തി നടപടികൾക്കെതിരെയുമാണ് സമരം. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പൂഞ്ഞാർ MLA PC ജോർജ്. PCക്ക് പണ്ട് ഈ ബാങ്ക് ജീവനക്കാരെന്ന് പറഞ്ഞാൽ കലിപ്പാണ്. എവിടെ കിട്ടിയാലും ബാങ്കുകാരെ തെറി അഭിഷേകമാണ്. അതിനു പുറമെ PCക്കെതിരെ ബാങ്ക് കോൺഫെഡറേഷൻ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നു. PCയുടെ മൂക്ക് ചെത്തണം എന്നതാണ് സ്പീക്കർക്കുള്ള പരാതിയിലുള്ളത്. അപ്പോൾ പിന്നെ ജോർജ് ചായൻ തുടങ്ങിക്കോട്ടെ. ഈ പരാതിയുടെ മൂക്കിയെത്തണം. സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയുടെ ലോണാണ്. MLA-മാരെ സംരക്ഷിക്കുന്ന ജോലി അദ്ദേഹത്തിന്, അല്ലാതെ MLA-മാരുടെ അവയവം ചെത്തുന്ന ജോലി സ്പീക്കർക്കില്ല. ഈ നാളെ ബാങ്കിലെ എംപ്ലോയീസ് എന്നുള്ള തെളിവ് അത് മനസ്സിലാക്കണം. എന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് സ്പീക്കർ, എന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നയാളാണ് സ്പീക്കർ. അതല്ലാതെ എന്റെ മൂക്കിയെത്തിയ പരാതി കഴിച്ചിരിക്കുക വിഷയം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവരാണ്. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. ഇനി തനിക്കെതിരെ വന്ന പരാതി വായനയാണ്. അതിനിടയിൽ വരുന്ന നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ചെവി പൊത്തേണ്ട ചുമതല നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. മാതാവിനെ വിളിക്കൽ, കൈകാൽ വെട്ടൽ, ശ്വാനപ്രയോഗം എന്നിവ ഉണ്ടാകും. ശ്രദ്ധിച്ചിരുന്നോളണം. ബാങ്കിൽ ലോൺ എടുത്തവരുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓഫീഷ്യൽ ഡ്യൂട്ടി. ഇതിന്റെ കാല് വെട്ടുന്ന കാലല്ല കൈയും കൂടെ വെട്ടണമെന്ന് എന്റെ അഭിപ്രായം. യാതൊരു നഷ്ടം വേണ്ട. അടുത്ത വച്ചിരിക്കുക എഴുതിയിരിക്കുക. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് കോൺഫെഡറേഷൻ റെപ്രസെന്റ് 80% ബാങ്ക് ഓഫീസേഴ്സ്. അതാണ് അഹങ്കാരം. ഞാൻ നിനക്കെന്റെ ശമ്പളം തരുന്നത് ഞങ്ങളുടെ കാശാ. നീ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നഷ്ടമെന്നാണ്. 80% ഉദ്യോഗസ്ഥന്മാർ ഇവന്മാരുടെ കോൺഫെഡറേഷൻ ഉണ്ടെന്ന് അവിടെ ഞങ്ങളെന്നെ പേടിക്കണോ? ഇതിനെ മുട്ടുമുട്ടണം. ഇതിനെ പോയി ശ്രമിക്കണം. ഇവിടെ ഇതൊന്നും നടക്കുക. കേരളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ, സ്നേഹത്തിനോട് പറയുക. കേരളമാണെന്ന് മനസ്സിലാക്കിക്കോ. മര്യാദയ്ക്ക് ലോൺ കൊടുക്കണമെന്നുള്ളതാണ് എന്റെ ആവശ്യം. മനസ്സിലായോ? നിന്റെ ആ കാലെ പിടിക്കാനൊന്നും ഒരു പട്ടിയെ കിട്ടുകയല്ല. മുത്തച്ഛൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. PCക്ക് പിന്നെ വേറെ ഒരു ഗുണമുണ്ട്. വോട്ടിന് വേണ്ടി പോലും ബാങ്കുകാരുടെ അടുത്ത് പോകില്ല. അത് പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എന്തു നോക്കാനാ? പുറത്തു നിന്ന് ഫയറിംഗ് തുടരാം. ഈ പാവപ്പെട്ടവരുടെ കാര്യമാകുമ്പോൾ PCക്ക് മുന്നും പിന്നും നോട്ടമില്ല. ഞാൻ ഈ തെരുവുകളോട്ട് പോയിട്ടില്ല. ആ ഒരിക്കലും പറയും ഇമാർ യോഗം കൂടുന്ന എവിടെ ഹോട്ടലിനെ കൂടുന്നു. ഇമാരുടെ എവിടെ ഹോട്ടലിലുള്ള കമ്പനി അത് വാങ്ങിയിട്ട് യോഗം MLA-മാരെ വിളിക്കും. ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. അവർ നല്ല സ്വഭാവമാണ് കേട്ടത്. സമയാസമയങ്ങളിൽ കൊടുക്കണമെല്ലാം കൊടുക്കും. അതൊന്നും വേണമെന്നില്ല. എന്നിട്ട് പാവപ്പെട്ട അതിന്റെ ബില്ലെല്ലാം പാവപ്പെട്ട മനുഷ്യരെ വെച്ച് വയ്ക്കുക. ഇത് നിർത്തണം. ഇത് നിർത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കും. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് ടേപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ വന്നാൽ ടേപ്പ് ചെയ്യുന്നവർ പറഞ്ഞു തരാം. ഒരു കുഴപ്പമില്ല. അവരുടെ കാര്യം പറഞ്ഞു വന്നാൽ നോക്കി പേടിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പറഞ്ഞത് വിട്ടുപോയെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾ ചെവിയിലോട്ട് കൂടെ പറഞ്ഞു തരാം. എനിക്കതൊന്നും മതിയില്ല. പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. ഇനി PC കടക്കുന്നത് ചില ബാങ്കുകളുടെ താന്തോന്നി തരത്തിലേക്കാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ ബാങ്കുകാരെ തെറി വിളിച്ചവരൊക്കെ ഇവിടെയും ഉണ്ടാകും. അല്ല, അതങ്ങനെയാണല്ലോ. നിങ്ങളിൽ ആരെങ്കിലും വിദ്യാഭ്യാസ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പന്റെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ബാങ്കിൽ സ്വർണം പണയം വെച്ച് അതൊക്കെ പിടിക്കുന്ന നാളുകളായി ഇതൊക്കെ മനുഷ്യനാണ്. എവിടെയെങ്കിലും ഇവന്റെ ഒരു ലോൺ എടുത്തിട്ട് പാവപ്പെട്ട പയ്യന്റെ ലോൺ എടുത്തിട്ട് അവന് വല്യപ്പൻ നല്ല കാലത്ത് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ഒരു മാസം കുടിശ്ശിക വരുത്തിയിട്ട് കാശ് അടച്ചു തീർക്കാൻ ഒരു മാസം കുടിശ്ശിക വരുത്തിയിട്ട് അവർ നിരക്കിൽ ഓടില്ല. ഇത് കൂട്ടി തന്തയ്ക്ക് മറക്കാത്തെന്ന് പറഞ്ഞാല് ഞാൻ നിന്റെ തന്ത. ഇത് ആലോചിച്ച് ഒറ്റ മുന്നിൽ നിൽക്കുന്ന വാക്യം പറയുന്നു. ഇത് ആരോട് പറയുന്നത്? വർത്തമാനങ്ങളൊക്കെ പറയുന്നു. PCയുടെ ഭാഷ മോശമാണ്. നിന്നെപ്പോലെ തെണ്ടികൾ ഇരിക്കുമ്പോ ഇനിയും ഭാഷ മോശമാണ്. മാന്യമായി സംസാരിക്കും.
മോശക്കാരോട് മോശമായി സംസാരിക്കും. അതാണ് ഈ പാവം PC വാങ്ങുന്നത്. അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ, ഇവിടെ ഒരു ലോഡ് ശവം വീഴും. ഇനി ഈ തെറിവിളി കേട്ടിട്ട് മയക്കെങ്ങാനും പിടിച്ചു വാങ്ങാൻ പോലീസുകാർക്ക് വല്ല പദ്ധതിയും ഉണ്ടെങ്കിൽ ഇതും കൂടി കേട്ടോളൂ. ഇടഞ്ഞാൽ അച്ചായനെ തളയ്ക്കാൻ വലിയ പാടാ. പോലീസിന്റെ കളിക്കല്ല, പോലീസിന്റെ ജോലി നിർദ്ദേശമാണ്. ഇവിടെ മൈക്ക് സാൻഡിങ് കൊടുക്കാൻ വേണ്ടി പോലീസുകാരുടെ കൊണ്ടുവന്നു. അവരെയൊക്കെ എന്താ പറയുന്നത് അവരുടെ പറയുന്നില്ല. അപ്പോ ഉദ്യോഗസ്ഥന്മാർ വരിക. ഇന്ത്യൻ പ്രധാനമന്ത്രിയും റിസർവ് ബാങ്കും പറഞ്ഞതനുസരിച്ച് ലോൺ കൊടുത്തേ മതിയാവും. അർഹതപ്പെട്ട ലോൺ തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങും. യാതൊരു സംശയവുമില്ല. ഒരു ബാങ്കിലും കേരളത്തിൽ പ്രവർത്തിക്കാമെന്ന് ചിന്തിക്കില്ല. ഇവിടെ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾ പണം കൊണ്ടുപോയി മദ്രാസിലും ബോംബെയിലുമുള്ള സമ്പന്നന്മാർക്ക് കടം കൊടുത്ത്. അപ്പോൾ ഏകദേശമായി ഇനി ഉപചാരം ചൊല്ലി പിരിയലാണ്. ഇന്ന് പറഞ്ഞതൊക്കെ ഏതെങ്കിലും മാനേജർമാർ കേട്ടിട്ടില്ലെങ്കിൽ അവരെ കൂടി എല്ലാം അറിയിച്ചേക്കണം എന്ന് കൂടി പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ മാനേജർമാർ കേട്ടുകൊണ്ടിരുന്ന പോലെ PC-യോട് ഇത്രയും മോശമായി നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി മോശമായി സംസാരിച്ചു എന്ന് നിങ്ങളുടെ മുഴുവനെ ഫോണിൽ വെച്ച് പറയണം. അതിനോട് ഇത്രയും കടുപ്പിച്ച് നിങ്ങളോടൊക്കെ പറയുന്നു. യാതൊരു സംശയവുമില്ല. സംഗതി കുശാലായി. കേട്ടു നിന്നവർക്കൊരു ഉണർവും ഉന്മേഷവും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി SDPIയെയും ക്രിസ്ത്യൻ മതസംഘടനകളെയും ഒന്നും കൂട്ടുപിടിക്കേണ്ട ചായ, വോട്ടിതാ ഇതേന്നും പറഞ്ഞു പോരും. അതുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒന്നുകൂടി നോക്കാം. ചെന്നിത്തലയെ വീണ്ടും ലിഫ്റ്റ് പ്രണയിച്ചു. ലിഫ്റ്റ് നിരോധിക്കാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നേക്കും. ഇതാണോ കാര്യം? ഒന്നുമില്ല. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളി ഒക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. ഇനി വേറെ വല്ലതും വേണോ? വടക്കാഞ്ചേരി വിഷയത്തിൽ മഹിളകൾ റോഡിലിറങ്ങി. മാനത്തെ മുകിലോളം മുടിയഴിക്കും മുൻകോപക്കാരി, കരയില്ല കടലോളം തിരയടിക്കും പിടിവാശിക്കാരി, ബാരിക്കേഡിൽ കയറി മഹിളാ താണ്ഡവം. സംസാരിച്ചെന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കണ്ട. കത്തുമക്കളെ കൊടുത്തിട്ടുണ്ട്. റോഡ് പണിക്ക് പുതിയ തന്ത്രങ്ങളുമായി മന്ത്രി സുധാകർജി. ബോളർ ഇട്ടതിന്റെ കണക്കെടുക്കാനാണ്. അത് സൈഡ് നോക്കിയാൽ മതി. പോരാ, മതി. ആ നിങ്ങൾ കുഴിക്കരുത്. എന്റെ റോഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ബാങ്കുകാരുടെ തന്തയ്ക്ക് വിളിച്ച് PC-യുടെ പ്രതിഷേധം. നല്ല കാലത്ത് ബാങ്കിൽ നടപടിച്ചിട്ട് ഒരു മാസം കുടിശ്ശിക വരുത്തിയിട്ട് കാശ് അടച്ചു തീർക്കാൻ ഒരു മാസം കുടിശ്ശിക വരുത്തിണ്ടാവും നിനക്ക് ഓടില്ല. ഇത് കൂടി തന്തയ്ക്ക് നടക്കാത്തെന്ന് പറഞ്ഞാല് ഞാൻ ആരാണോ? ഞാൻ നിന്റെ തന്ത. ഈ കാര്യങ്ങളൊക്കെ പറയുന്നിടയ്ക്ക് പുലിമുരുകൻ കോടി ക്ലബ്ബിൽ കയറിയത് മറന്നുപോയതല്ല. എല്ലാം ഓർമ്മയുണ്ട്. മോഹൻലാലിൻ്റെ ആവേശവും സംവിധായകൻ്റെ ആഹ്ലാദവും നിർമ്മാതാവിൻ്റെ സന്തോഷവും എല്ലാം. എന്നാൽ ഒരു മലയാള സിനിമയിൽ ആദ്യമായി ഒരു ചലച്ചിത്രം, അത് മോഹൻലാലിൻ്റെ ചിത്രം, 100 കോടി ക്ലബ്ബിൽ കയറിയപ്പോൾ മമ്മൂട്ടി മുതൽ മറ്റ് നടീനടന്മാരുടെ മനസ്സിൽ എന്തായിരിക്കും? അത് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുമെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തേക്ക് വിട.